ഇവിടെ സരയുവിൻ്റെ ബർത്ത്ഡേ വന്നിരിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സമയം വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും പാഞ്ഞു വരികയാണ് നമ്മുടെ താരയെ കണ്ടത് നമ്മുടെ സരയു എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? തല്ലിയിട്ടുണ്ടാവുമോ, പിടിച്ചു തള്ളിയോ എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. ഇത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നലെ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ കാർത്തിക ഇങ്ങനെ ഓഫീസിലാണ് കേട്ടോ, ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ എന്നൊരു ചോദ്യം. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിരണും കല്യാണിയാണ്. അപ്പോൾ അവർ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ കാർത്തിക പറയുകയാണ്, നിങ്ങൾക്ക് അകത്തേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ അതിന് പറ്റുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടി അകത്തേക്ക് വരികയാണ്. അങ്ങനെ അവരോട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പ്ലോട്ടിനെ പറ്റി പറയുകയാണ്. അപ്പോൾ കിരണിനോട് നമ്മുടെ കാർത്തിക ചോദിക്കുകയാണ്, ആ പ്ലോട്ട് പോയി കണ്ടായിരുന്നോ, ഇഷ്ടപ്പെട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയാണ്, കൊള്ളാം കാർത്തികേ, നല്ല മനോഹരമായിട്ടുണ്ട്, നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാർത്തിക പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇപ്പം ഞാൻ ഓർത്തത് എങ്ങനെയെന്ന് വെച്ചാൽ കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിൻ്റെ അടുത്തായിരുന്നു ഒരു പ്ലോട്ട് വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് എപ്പോഴും കാണാമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിരൺ പറയുകയാണ്, അത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒത്തിരി പ്ലോട്ടുകൾ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലൊരെണ്ണം നമുക്ക് സെറ്റാക്കാമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയുകയാണ്, കുഴപ്പമില്ല, ഇപ്പോൾ മേടിച്ച പ്ലോട്ടും ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ കിരണിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നും, വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വരാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് കാർത്തിക പറയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് സ്വന്തമായിട്ട് തന്നെ വീട് വേണം എന്നുള്ള കാര്യത്തിൽ. ഹോട്ടലിലോ അതുപോലെ തന്നെ വാടക വീട്ടിലോ ഒന്നും താമസിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് എന്നൊക്കെ പറയുകയാണ്. കിരണിനെയും കല്യാണിയെയും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അത്രയ്ക്ക് മേൽ അവർക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കാർത്തിക. അപ്പോഴേക്കും ആ സമയത്തുണ്ടല്ലോ നമ്മുടെ കിരൺ പറയാണ്, എന്തായാലും കാർത്തിക കുറച്ചുകൂടി അടുത്തായിരുന്നു താമസിക്കുന്നതെങ്കിൽ എപ്പോഴും വീട്ടിൽ വരായിരുന്നു. അപ്പോൾ ഉടനെ കല്യാണി പറയാണ്, എന്തായാലും കാർത്തികയ്ക്ക് എൻ്റെ അമ്മയുടെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടതായിരുന്നല്ലോ, എപ്പോഴും വന്നിരുന്നെങ്കിൽ അതെപ്പോഴും ഇഷ്ടത്തോടെ കഴിക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയണം. തൊട്ടടുത്തായിരുന്നെങ്കിൽ എപ്പോഴും വരായിരുന്നു, അങ്ങനെയാണെങ്കിൽ എപ്പോഴും കഴിക്കാമായിരുന്നല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ കല്യാണി പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയാണ്, അതിനെന്താ, ഞാൻ എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ എൻ്റെ കാറും എടുത്തിട്ട് അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കാർത്തിക പറയണേ, അതൊന്നും വേണ്ട, അങ്ങനെ കൊടുത്തു വിടുവാണെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ട് കഴിക്കാനുള്ള ആ ഒരു അവസരം നഷ്ടപ്പെടില്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇവരുടെ ഓഫീസിൻ്റെ മുന്നിൽ കാറ് കിടക്കുകയാണ്, മഞ്ഞ കാറ് കിടക്കുകയാണ് കാർത്തികയുടെ. അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറി ഒരു കസേരയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പ്രകാശൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പത്രം ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ അത് എടുത്തിട്ട് ഇങ്ങനെ നൂത്ത് നോക്കുമ്പോഴാണ്, ഇംഗ്ലീഷ് പത്രമൊക്കെ ആരെങ്കിലും വരുത്തുമോ? ഇതെങ്ങനെയാണ് ഒന്ന് വായിച്ചെടുക്കുക, ആരെങ്കിലും കണ്ടാൽ മോശമാവുമല്ലോ, ഇംഗ്ലീഷ് പത്രം എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ വെറും മോശമാവും, എന്തായാലും ഇതിങ്ങനെ നൂത്ത് വെച്ചിട്ടിരിക്കാം, അപ്പോൾ ആരെങ്കിലും കണ്ടാൽ ഞാൻ ഇത് വായിക്കുകയാണെന്നേ വിചാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ ആ പത്രം ഇങ്ങനെ നൂത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാർത്തികയെ കണ്ടതിന് ശേഷം നമ്മുടെ കിരണും കല്യാണിയും കൂടെ പോവുകയാണ്. പക്ഷേ അങ്ങനെ പത്രം ഇങ്ങനെ വച്ചിരുന്നത് കൊണ്ട് പ്രകാശൻ ഇവരെ കാണുന്നുമില്ല, കിരണും കല്യാണിയും ഇവരെയും കാണുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ സരയുവിൻ്റെ ബർത്ത്ഡേ ആണ് കാണിക്കുന്നത്. സരയുവിൻ്റെ ബർത്ത്ഡേ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല, നമ്മുടെ മനോഹറും ശാരിയും അതുപോലെ തന്നെ നമ്മുടെ ബഹാസുരനും മാത്രമാണ് ഉള്ളത്. വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുന്നത് ബലൂണും അതുപോലെ റിബണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി കേക്കും മുന്നിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ
നമ്മുടെ മനോഹർ പറയുകയാണ്, ആ മോളു ഇനി കേക്ക് കട്ട് ചെയ്യുന്ന സമയമാണ്, മോള് കട്ട് ചെയ്യ് എന്നിങ്ങനെ പറയണം. അപ്പം നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബഹാസുരനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെ നോക്കുകയാണ് മനോഹറിനെ. മനോഹറാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മുടെ ശാരി ആണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ബഹാസുരനെ. ഇങ്ങനെ തലയിലൊരു ഒലക്ക കിട്ടിയിരുന്നെങ്കിൽ അടിച്ച് കൊല്ലാന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബഹാസുരൻ വിചാരിക്കുന്നു, ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ബഹാസുരൻ വിചാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശാരി കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശാരിയെ ഡെലിവറിക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ ശാരി അങ്ങനെ പ്രസവിക്കുന്ന ആ ഒരു സമയമാണ്. അങ്ങനെ നമ്മുടെ ശാരി പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ കുഞ്ഞില്ല. കുഞ്ഞിനെ ഇങ്ങനെ നമ്മുടെ ബഹാസുരൻ എടുത്തിട്ട് വേറൊരാളുടെ കൈ കൊടുക്കുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ ആ കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. അതിനുശേഷം വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ശാരിയുടെ അടുത്ത് കൊണ്ടുവച്ച് കിടത്തുകയാണ്. ഈ ഒരു സംഭവം നമ്മുടെ ശാരി ഓർത്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ ശാരിയുടെ മുഖമൊക്കെ അങ്ങ് മാറുകയാണ്. ശാരിക്ക് ദേഷ്യം വരികയാണ്. ബഹാസുരനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയണം, ഇവനെ കൊല്ലണം, എന്തെങ്കിലും കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്നോട് ഈ ദ്രോഹം ചെയ്ത ഈ ദുഷ്ടനെ അടിച്ച് കൊല്ലണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ ശാരി. അതിനുശേഷം ശാരി മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ സരയുമോള് ഇന്നാൾ വരെ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വരെ അവൾ എൻ്റേത് മാത്രമായിരുന്നു, എനിക്ക് എത്ര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ എപ്പോഴാണ് അവൾക്കുള്ള അവകാശികൾ വരുന്നതെന്ന് അറിയില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ കരഞ്ഞ് കലങ്ങിയതുപോലെ ഇരിക്കുകയാണ്. നമ്മുടെ ടെൻഷൻ കയറിയിട്ട് നമ്മുടെ ശാരീരിക മുഖം. അപ്പോൾ ബഹാസുരൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ മനോഹറും ഇടയ്ക്ക് ഇങ്ങനെ ശാരിയെ നോക്കുന്നുണ്ട്. ശാരിയെ നോക്കിയിട്ട് വിചാരിക്കണം, ഇവർക്ക് എന്താ പറ്റിയത്, ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇനി ഇയാളെ സ്വഭാവങ്ങൾ വല്ലതും ഇവരറിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ മനോഹർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. നമ്മുടെ മനോഹർ പറയുകയാണ്, ആ മോളു കേക്ക് കട്ട് ചെയ്യ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സരയു കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ശ്വാസം മുട്ടുന്നു. അങ്ങനെ സരയു കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് അങ്ങോട്ടേക്ക് വരികയാണ് മറ്റാരുമല്ല, നമ്മുടെ താരയും കല്യാണിയും കൂടി കയറി വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ നമ്മുടെ എന്താ പറയുന്നത് സരയുവിന് നമ്മുടെ കല്യാണിയെയും അതുപോലെ താരയെയും കാണുമ്പോഴത്തേക്ക് ഹാലിളകുകയാണ്. ആകെ പാടെ ദേഷ്യം വരികയാണ്. അപ്പം തന്നെ നമ്മുടെ സരയു പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിങ്ങൊക്കെ നിർത്തിയിട്ട്, എടി നിന്നെയൊക്കെ ഇങ്ങോട്ട് ആരാ ക്ഷണിച്ചത്, ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന് എന്നും പറഞ്ഞിട്ട് തുടങ്ങുകയാണ് നമ്മുടെ സരയു. അത് കേൾക്കുമ്പോഴത്തേക്ക് താരയ്ക്ക് പേടിയാവുകയാണ്. താര വല്ലാണ്ടാവുകയാണ്. നീ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളണം, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം കുളമാക്കാൻ വേണ്ടിയിട്ടേ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചെകിട് ഞാൻ അടിച്ച് പറിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയണം, തൊട്ട് പോകരുത് നീ ആൻറ്റിയെ, ഇതിനു മുമ്പ് നീ പലവട്ടം ആൻറ്റി ഉപദ്രവിച്ചിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ നീ ആ ഷോ കാണിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും സരയു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശാരിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ ശാരി ഇങ്ങനെ നിൽക്കുകയാണ്. ശാരിക്ക് ശരിക്കും വിഷമാവുകയാണ്. കാരണം താരയുടെ അവസ്ഥയും ശാരിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബഹാസുരനാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് താരയോട് ചോദിക്കണം, നീ എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, നിന്നെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വിളിച്ചോ, നിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്തും നമ്മുടെ ശാരി ഇങ്ങനെ ബഹാസുരനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തുണ്ടല്ലോ നമ്മുടെ കല്യാണി പറയുകയാണ്, ഇതേ നിൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞിട്ട് നിന്നെ ഒരു നോക്ക് കാണാനും വേണ്ടിയിട്ടും നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ സരയു പറയണം, ഇവളുടെ ഗിഫ്റ്റ് ആർക്ക് വേണോടി ഇതിൻ്റെ ഗിഫ്റ്റ്, എടുത്തോടെ പോടി ഇവിടെ നിന്ന് എന്നിങ്ങനെ സരയു പറയുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് നമ്മുടെ താരയ്ക്ക്. അങ്ങനെ നമ്മുടെ താര കരയുകയാണ്. താര കരയുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശാരിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു പറയണം, അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്, മുമ്പൊക്കെ ഈ സ്ത്രീയെ കാണുമ്പോൾ അമ്മ തന്നെ അരിച്ച മൂത്ത് ഇവരെ അടുത്ത് വഴക്കിനും തല്ലാനും ഒക്കെ പോകുമായിരുന്നല്ലോ, ഇപ്പം അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശാരി ഇങ്ങനെ നോക്കിയിട്ട് കല്യാണി നോക്കിയിട്ട് ഇങ്ങനെ ആക്കുകയാണ്, കെഞ്ചുന്നത് പോലെ ആക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളിപ്പോൾ പോ എന്നിങ്ങനെ പറയണം, നിങ്ങളിപ്പോൾ പോ, അവളുടെ ബർത്ത്ഡേ ഇവളുടെ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ അലമ്പുണ്ടാക്കാനായിട്ട് വന്നത്, നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സരയു ചോദിക്കണം, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ
ഉടനെ തന്നെ നമ്മുടെ ശാരി പറയണ മോളെ സരയു വേണ്ട, അവളുമാരുടെ അടുത്തൊന്നും വഴക്കിനൊന്നും പോകണ്ട, അതൊരിക്കലും ശരിയല്ല. നമ്മൾ അവളുമാരുടെ അടുത്ത് വഴക്കിന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ആ സേനൻ അങ്ങനെ അറിയും. സേനൻ അറിഞ്ഞാലുണ്ടല്ലോ അയാൾ അടങ്ങിയിരിക്കില്ല മോളെ, അതിനും നമ്മൾക്കായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി ഒരു വഴക്കിനും ഒന്നിനും വയ്യ. കുറച്ച് കഴിയുമ്പോൾ മനുമോനെയും കൂട്ടി നമ്മൾ അമേരിക്കയിലോട്ട് പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ശല്യങ്ങളുടെ എന്ന് മുഖം നമുക്ക് കാണേണ്ടി വരില്ല. എൻ്റെ മോളിപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് ശാരി. അപ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, അപ്പം നമ്മുടെ സരയു സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കല്യാണി പറയുകയാണ്, നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ചോ, പക്ഷേ നീ തന്നെ ഇവരെ ചേർത്ത് പിടിക്കും, കുറച്ച് കഴിയട്ടെ, നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ എന്താണെന്ന് നിനക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു സമയം വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സരയു പറയണം, വരും ഞാനും എൻ്റെ മനുവേട്ടനും ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും, പിന്നെ ഇവളെയും നിൻ്റെയൊക്കെ ദുർമുഖം കാണേണ്ടിയൊന്നും വരില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കല്യാണി പറയണം, നീ പോവും കുറേ അമേരിക്കയിലേക്ക്, അതൊക്കെ നിൻ്റെ വെറും മനക്കോട്ട മാത്രമാണ് സരയൂ. പിന്നെ നിൻ്റെ ജീവിതത്തിലെ ഒരു ബോംബിനെയും കൊണ്ടാണ് നീ നടക്കുന്നത്, അത് നിനക്ക് ഇപ്പോഴല്ല പിന്നീട് എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാ ആൻറ്റി എന്നും പറഞ്ഞിട്ട് നമ്മുടെ താരയും കൂട്ടിയിട്ട് നമ്മുടെ നമ്മുടെ കല്യാണി പോവുകയാണ്. കല്യാണി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹരനെ നോക്കിയിട്ട് നമ്മുടെ സരയു ചോദിക്കണം, എന്താ മനുവേട്ട അവൾ അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞത്, എന്താ കാര്യം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മനു പറയണേ, അവൾ വെറുതെ പറഞ്ഞിട്ടുള്ളതാണ്, മോളും അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബഹാസുരൻ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് നമ്മുടെ മനോഹരനെ. അതേ സമയത്ത് നമ്മുടെ താരയും കുട്ടി പോകുന്ന സമയത്ത് താരയും കുട്ടി ഇറങ്ങി പോകുന്ന സമയത്ത് കല്യാണി പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി ഇങ്ങോട്ട് വരണ്ടാന്ന്, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവൾ ഒരിക്കലും ഇപ്പോഴൊന്നും ആൻറ്റി അംഗീകരിക്കാൻ പോകുന്നില്ല, എന്നെങ്കിലും ഒരിക്കൽ അവൾക്കല്ലെങ്കിൽ എല്ലാം ബോധ്യപ്പെടണം, അതുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അപ്പോൾ ഉടനെ താര പറയാണ്, കൊണ്ടുവന്ന ഗിഫ്റ്റ് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്, ആൻറ്റി സമാധാനമായിട്ടിരിക്കെ, അതിനൊക്കെ ഒരു വഴിയുണ്ടാവും എന്നും പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് താരയെ. അപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് വരികയാണ്. കിരണാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കിരൺ ചോദിക്കുന്നത്, എന്താ ആൻറ്റി കരയുന്നത്? അപ്പോൾ ഉടനെ കല്യാണി പറയണേ, കിരണേട്ട ആൻറ്റി വലിയ ആഗ്രഹത്തിലായിരുന്നു സരയുവിൻ്റെ ബർത്ത്ഡേക്ക് പോയത്, ഞാൻ ആൻറ്റിയോട് അപ്പോഴേ പറഞ്ഞതാണ്, പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവൾ ആൻറ്റി അംഗീകരിക്കില്ലെന്ന്. പക്ഷേ ആൻറ്റിക്ക് അപ്പോഴൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന്, സരയുവിന് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയ ഗിഫ്റ്റ് അവൾ വാങ്ങിച്ചില്ല എന്ന് മാത്രമല്ല ആട്ടി പറഞ്ഞു കേൾക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, ആൻറ്റി ശരിക്കും പറയുകയാണെങ്കിൽ ആൻറ്റിയുടെ മകൾ തന്നെയാണ് സരയു, പക്ഷേ അവൾക്കത് അറിയില്ലല്ലോ, അവൾ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. സത്യം പറയാമല്ലോ ആൻറ്റി, ഇങ്ങനെ ഒരു മോള് ആൻറ്റിക്ക് ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. അവളെ ആൻറ്റിയാണ് പ്രസവിച്ചതെങ്കിലും അവളെ വളർത്തിയതും അവളെ ജനിപ്പിച്ചതുമായിട്ടുള്ള ആളുണ്ടല്ലോ മഹാമോശക്കാരാണ്, അതുകൊണ്ട് അവൾക്ക് അവരുടെ ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മോളെ തള്ളിക്കളയുന്നത് തന്നെയാണ് ആൻറ്റിക്ക് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ താരയ്ക്ക് സങ്കടം വരികയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ കല്യാണി പറയുകയാണ്, കിരണേട്ട ശരിക്കും പറയുകയാണെങ്കിൽ ആൻറ്റി കൊണ്ടുപോയ ഗിഫ്റ്റ് സരയു വാങ്ങിക്കാഞ്ഞതിലാണ് ആൻറ്റിക്ക് ഒരുപാട് വിഷമമായത്. സാരമില്ല ആൻറ്റി കണ്ടോ, ആൻറ്റി ആഗ്രഹിച്ച് മേടിച്ചതല്ലേ ഈ ഗിഫ്റ്റ് സരയുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഗിഫ്റ്റ് അവൾ തന്നെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് മേടിക്കും, നോക്കിക്കോ. ഈ ഗിഫ്റ്റ് അതായത് ഒരു മാലയാണ് കേട്ടോ മേടിച്ചത്, ഈ മാല അവളുടെ കഴുത്തിൽ കിടക്കുന്നത് ആൻറ്റിക്ക് കണ്ടാൽ പോരെ, അതിന് ഞാൻ ഗ്യാരണ്ടി എന്നിങ്ങനെ കല്യാണി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ താരയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ് ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ സരയും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ്. മനോഹർ കുറച്ചെടുത്ത് സരയുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്, സരയു തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബഹാസുരൻ മകളുടെ വായിൽ വച്ച് കൊടുക്കുകയാണ് കേക്ക് എടുത്തിട്ട്. അതുപോലെ നമ്മുടെ ശാരിയും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ശ്വാസം മുട്ടുന്നേ, അയ്യോ. ഇനി എന്തായാലും വീഡിയോ ഇഷ്ടമാവുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.